ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേറിയസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെ കൂടെ. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പ്രൈവറ്റ് ആയി ബുക്കിംഗ് ചെയ്യണം എന്നാൽ ഇത് ജനറൽ റീഡിങ്സ് ആണ്. ചിലപ്പോൾ എല്ലാ മെസ്സേജസ് നിങ്ങൾക്ക് ആവില്ല, നിങ്ങൾക്ക് അത് റെസൊനേറ്റും ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു പ്രൈവറ്റ് ആയി റീഡിങ് വേണം അതിന് വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യേണ്ട കൂടെ ഞാൻ അവിടെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പറും ആവാം. ചാനൽ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാൻ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട് എൻ്റെ ചാനലിൽ, അതിനെ ക്ലിക്ക് ചെയ്യുക. മെമ്പറായ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് ഉടനെ ആക്സസ് ചെയ്യാൻ പറ്റും. മറ്റവർക്ക് അതിന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് ആ സമയത്തെ ആ ഡേറ്റിന് ഷെഡ്യൂൾ ചെയ്ത ഡേറ്റിനെ റിലീസ് ആവുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് മെമ്പറായ ഉടനെ നിങ്ങൾക്കെല്ലാം ആക്സസ് ഇമ്മീഡിയറ്റ്ലി കിട്ടും, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ആൻഡ് അതല്ലാണ്ട് ബോണസ് റീഡിങ്സ് ഉണ്ട്. ബോണസ് റീഡിങ്സ് മെമ്പേഴ്സിന് മാത്രമാണ്, നോൺ മെമ്പേഴ്സിന് അത് അവൈലബിൾ അല്ല. അപ്പോൾ ഈ പ്രിവിലേജസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ജോയിൻ ചെയ്യുക. ആൻഡ് ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ മെസ്സേജിലേക്ക് ചെല്ലാം. എന്താണ് അവിടെ മെസ്സേജ് എന്ന് നമ്മൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾക്ക് അക്വേറിയസ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. ഓവറോൾ എനർജി അക്വേറിയസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് 3 ഓഫ് സ്വാർഡ്സ്. നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജി എന്താണ്? പേഴ്സന്റെ ഓവറോൾ എനർജിയാണ് പേജ് ഓഫ് കപ്സ്. നിങ്ങളുടെ മ്യൂച്വൽ കറന്റ് സിറ്റുവേഷൻ എന്താണ്? മ്യൂച്വൽ കറന്റ് സിറ്റുവേഷൻ ഹാങ്ഡ് മാൻ. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷൻ ആണ്. ഹാങ്ഡ് മാൻ ഒരു പോസിന്റെ എനർജിയാണ്. ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും പറഞ്ഞ ഒരു സെപ്പറേഷനിലായിരിക്കാം. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്താണ് ഉണ്ടാവാൻ പോണതെന്ന് നിങ്ങൾ രണ്ടാൾക്കും അറിയില്ല. നിങ്ങൾ രണ്ടാളും പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യാനാണ് ട്രൈ ചെയ്യണത് ആൻഡ് ഈ സിറ്റുവേഷനെ ഹീൽ ചെയ്യാനാണ് നോക്കുന്നത്. നിങ്ങളുടെ സൈഡിൽ കുറെ ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറെ ഡിസപ്പോയിന്റഡ് ആണ്, ഹാർട്ട് ബ്രോക്കൺ ആണ്. ഈ പേഴ്സന്റെ എനർജി പേജ് ഓഫ് കപ്സ് ആണ്. ഇവർക്ക് ആക്ച്വലി ഫൊർഗിവ്നെസ് വേണം എന്നുണ്ട്. അവർ ചിലപ്പോൾ ഒരു അപ്പോളജി നിങ്ങൾക്ക് ഓഫർ ചെയ്യും. ഇല്ല വെച്ചാൽ ഇവിടെ ഒരു അപ്പോളജി ഉണ്ടാവാൻ വഴിയുണ്ട്. മേ ബി അവർ നിങ്ങളെ കോൾ ചെയ്യും. അപ്പോൾ എന്താണ് ഈ സിറ്റുവേഷനിൽ 3 ഓഫ് കപ്സ്, 3 ഓഫ് സോർഡ്സ് എന്തുകൊണ്ടാണ്? 7 ഓഫ് കപ്സ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ 3 ഓഫ് സ്വാർഡ്സിൽ? ഈ പേഴ്സന്റെ എനർജിയിൽ പേജ് ഓഫ് കപ്സ് എന്താണ്? എന്താണ് ഇവിടെ പേജ് ഓഫ് വാൻഡ്സ് ആൻഡ് പേജ് ഓഫ് കപ്സ്? ഇവിടെ ഹാങ്ഡ് മാൻ എന്താണ്? അപ്പൊ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എനിക്ക് കാണാണ്ട്. ഒരു ക്വീൻ ഓഫ് വാൻഡ്സ് ഉണ്ട്, ഇവിടെ ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആണ് എന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ ലൈഫിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട് അവർക്ക്. ആൻഡ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് എന്താ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന്. ഈ റിലേഷൻഷിപ്പിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ അറിഞ്ഞു, നിങ്ങൾക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടി, ഒരു ഓറൽസ് എന്തോ ഒരു ന്യൂസ് കിട്ടി. ആൻഡ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായി, അല്ല ഒരു ഫൈറ്റ് ഉണ്ടായി. ഈ പേഴ്സൺ ഒരു കാഷ്വൽ എനർജിയിലാണ്. അപ്പൊ അവർ ഒരു സീരിയസ് റിലേഷൻഷിപ്പിന് ഈ സമയത്ത് അവർ റെഡി അല്ല. അവർ ഒരു ഓപ്പൺ ആയി, അവർക്ക് വേറെ ഓപ്ഷൻസും നോക്കണം എന്നുണ്ട്. പറഞ്ഞാൽ അവരുടെ എനർജി ഒരു സീരിയസ് കമ്മിറ്റ്മെന്റ് മാതിരി ഒരു എനർജിയിലല്ല. അപ്പോ എന്താണ് ഇവിടെ പാസ്റ്റിൽ ഉണ്ടായത്? നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. മേ ബി ഇതൊരു സീരിയസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. പാസ്റ്റിൽ ഇവിടെ രണ്ടാളുടെയും ഇടയ്ക്ക് മ്യൂച്വൽ ലവ് ആണ് ഞാൻ കാണുന്നത്. കുറെ ഒരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പ് ആണ് കാണുന്നത്. ചില കേസസിൽ ഇതൊരു മാരേജ് ആയിരുന്നു. മേ ബി നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും കല്യാണം കഴിക്കാൻ.
പക്ഷെ ഈ സമയത്ത് ബ്ലോക്ക് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു എംപറർ ആണ്, ഏരീസ് എനർജി. 2 ഓഫ് പെന്റിക്കിൾസും ഉണ്ട് ഇവിടെ ബ്ലോക്ക് ആയിട്ട്, ആൻഡ് വേൾഡ്. അപ്പൊ ഇവിടെ ഒരു സെപ്പറേഷന്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇംബാലൻസ് ഉണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ സഡൻലി അവർക്ക് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ ഷുവർ അല്ല, ഓരൽസ് അവരുടെ കരിയറിന്റെ കാരണം അവർ കുറെ നിങ്ങളുടെ അടുത്തുനിന്ന് സെപ്പറേറ്റഡ് ആയിരുന്നു, കുറെ സമയം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് സ്പെൻഡ് ചെയ്തത്. അവരുടെ കരിയർ കുറെ ബിസി സമയമായിരുന്നു, അപ്പൊ അവർക്ക് നിങ്ങളുടെ കൂടെ അത്ര സമയം കിട്ടിയില്ല. അപ്പൊ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് വന്നു നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. അപ്പൊ എന്താണ് ഇവിടെ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്? ഇത് കുറച്ച് ഞാൻ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്. നിങ്ങൾക്ക് ഈ പേഴ്സൺ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേഴ്സൺ ഒരു റെസ്പോൺസിബിൾ ആയിട്ട് ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ചാൻസ് കൊടുക്കണം എന്നുണ്ട്. എന്ന് വെച്ചാൽ മേ ബി ഫാമിലി ഇൻവോൾവ് ആണ് ഇവിടെ. ഈ പേഴ്സന്റെ എനർജിയിൽ ഏസ് ഓഫ് കപ്സ് ആണ്. അവർക്കും ഒരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട്. മേ ബി ഞാൻ പറഞ്ഞ മാതിരി അവർ നിങ്ങളുടെ അടുത്ത് വന്ന് അപ്പോളജി ഉണ്ടാവും, ഓരൽസ് അപ്പോളജൈസ് ചെയ്യും. ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി ഫിസിക്കൽ ഡിസ്റ്റൻസ് ആണ് പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഡിറക്ഷനിലേക്ക് വരുന്നുണ്ട്, ട്രാവൽ ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അവരുടെ ഉള്ളിൽ ഒരു പേടിയുണ്ട്, കമ്മിറ്റ്മെന്റിന്റെ പേടിയായിരിക്കാം, ഓരൽസ് ഓൾറെഡി നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ അവർക്ക് അറിയില്ല ഈ റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉണ്ടോ എന്ന്. ഓരൽസ് അവർക്ക് പേടി എന്താ വെച്ചാൽ മേ ബി നിങ്ങളെങ്ങനെ റിയാക്ട് ചെയ്യും എന്നായിരിക്കും പേടി. അപ്പൊ എന്താണ് ഇവിടെ ഔട്ട്കം ഉണ്ടാവുക? നിങ്ങൾ രണ്ടാളുടെ ഈ റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം എംപ്രസ് ആണ്. 7 ഓഫ് പെന്റിക്കിൾസ്. അപ്പൊ ഈ സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഈ സമയത്ത് കുറെ വേറെ ആൾക്കാരും ഇതിനെ സാബോട്ടാജ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനെ ഇംപ്രൂവ് ആവാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ഉണ്ട്. അപ്പോൾ ഇതിന് കുറച്ചൊരു സമയം എടുക്കും ശരിയാവാൻ. ഓക്കെ, അത് കുറച്ച് പേഷ്യൻ്റ്ലി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ ഈ സമയത്ത് ഞാൻ പറഞ്ഞ മാതിരി ചില വേറെ എക്സ്റ്റേണൽ ഫോഴ്സസ് ഇതിനെ ഈ റിലേഷൻഷിപ്പിനെ സാബോട്ടാജ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ആക്ഷൻ എന്തായിരിക്കും? നിങ്ങൾ കുറെ സ്റ്റക്കും സ്റ്റാഗ്നന്റ് ആയിട്ടാണ്. ഈ പേഴ്സന്റെ സൈഡിൽ എന്താണ് ആക്ഷൻ? ഇവര് സഡൻ മൂവ്മെന്റ്സ് ഉണ്ടാക്കും, ഒരു സഡൻ അൺപ്രെഡിക്റ്റബിൾ വേയിലാണ് അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുക, മേ ബി മെസ്സേജ് ചെയ്യും. സഡൻ ആയിട്ടാണ് അവർ ക്ലാരിറ്റി കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ ഇത് ഒരു അൺഎക്സ്പെക്റ്റഡ് വേയിലാണ് അവർ വരണത്. അപ്പോൾ കുറച്ചൊരു ഷോക്കിംഗ് ആയിരിക്കും. അവർ ഔട്ട് ഓഫ് ദ ബ്ലൂ ആയിരിക്കും മെസ്സേജ് ചെയ്യുന്നുണ്ടാവുക. ബട്ട് ഡെഫിനറ്റ്ലി ഇവർ റീച്ച് ഔട്ട് ചെയ്യും റീകൺസൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ എന്താണ് മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അക്വേരിയസ്? ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഓൾറെഡി മാരീഡ് ആണ്. അപ്പോൾ ഇവിടെ ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ് വന്നിരിക്കുന്നു. യുവർ ലവ് ലൈഫ് ബെനിഫിറ്റ്സ് ആസ് യു ഫൊർഗിവ് യുവർ പേരൻസ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും തമ്മിൽ അത് ഹീൽ ചെയ്യും. ഓക്കെ, ഫൊർഗിവിങ് ആൻഡ് ലേണിംഗ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അഗൈൻ നിങ്ങളോട് യൂണിവേഴ്സ് ഈ മുമ്പത്തെ കാര്യങ്ങൾ ഫർഗിവ് ആൻഡ് ലേൺ ചെയ്യാനാണ് പറയുന്നത്. പാസ്റ്റ് എക്സ്പീരിയൻസസിന് ലേൺ ചെയ്യാനാണ് പറയുന്നത്. ഫർഗിവ് ചെയ്യുക ആൻഡ് ഈ റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യാൻ നോക്കുക. ഓക്കെ, അതാണ് ഇവിടെ മെസ്സേജ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാണ് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇൻഫർമേഷൻ വേണം വെച്ചാൽ പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ എസ്പെഷ്യലി അതിന് വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ വീഡിയോനെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോസിന് അത്ര ലൈക്സ് കിട്ടാറില്ല, അതുകൊണ്ടാണ് ഇപ്രാവശ്യം നിങ്ങളുടെ വീഡിയോ ലാസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ചുകൂടിയും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ലൈക്സ് ഉണ്ടായാൽ എനിക്ക് നിങ്ങളുടെ വീഡിയോസ് വേഗം റിലീസ് ചെയ്യാൻ പറ്റും. ആൻഡ് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിൻ്റെ കൂടെ, ഫാമിലിയുടെ കൂടെ. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.